തൃശൂരിൽ LDF ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത റോഡ് നമ്മുടെ മന്ത്രി ആർ ബിന്ദു വീണ്ടും ഉദ്ഘാടനം ചെയ്തു. 2 ഉദ്ഘാടനം. ഡെപ്യൂട്ടി മേയറുടെ ഉദ്ഘാടന ഫലകം നീക്കാനെത്തിയ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമാണ് ഡെപ്യൂട്ടി മേയർ റോഡ് ഉദ്ഘാടനം ചെയ്തത്. ജെയ്സൺ ചാവളപ്പിൽ നമുക്കൊപ്പമുണ്ട്. ജെയ്സൺ ചാവളപ്പിൽ ശരിക്കുമുള്ള ഉദ്ഘാടനം മന്ത്രി ഇപ്പോൾ നിർവഹിച്ചോ? സുജിയ, നമുക്ക് ആ ദൃശ്യങ്ങളെ കാണാം. മന്ത്രിയുടെ ഉദ്ഘാടനം പൂർത്തിയായിരിക്കുന്നു. ഏറ്റവും രസകരമായ കാര്യം, മുൻപ് ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ഡെപ്യൂട്ടി മേയർ ML റോസിയുടെ സാന്നിധ്യത്തിലാണ് രണ്ടാമത് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥന യോഗത്തിലേക്ക് കടക്കുകയാണ്. ഈ അരിസ്റ്റോ റോഡ് 1.5 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡാണ്. അതിന്റെ ഉദ്ഘാടനം 5-ാം തീയതി മേയറാണ് നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അതിനുശേഷം 6-ാം തീയതിയിലേക്ക് മാറ്റുന്നു. പിന്നീട് മന്ത്രി ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതോടുകൂടി ഡെപ്യൂട്ടി മേയറെ കൊണ്ട് LDF ഭരിക്കുന്ന കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയറെ കൊണ്ട് ഉദ്ഘാടനം നടത്തുന്നു. ആ ഡെപ്യൂട്ടി മേയർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. മന്ത്രിയുടെ തൊട്ടപ്പുറത്തുള്ളത് MLA ആണ്. അതിന് തൊട്ടപ്പുറത്താണ് ഡെപ്യൂട്ടി മേയർ ML റോസ് നിൽക്കുന്നത്. മന്ത്രി ഇപ്പോൾ അല്പം മുമ്പ് നാടമറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതിനിടയിൽ നേരത്തെ സ്ഥാപിച്ചിരുന്ന ശിലാഫലകം മാറ്റുന്നതിന് വേണ്ടി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെത്തി. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരും കൗൺസിലർമാരും എത്തി തടയുന്ന സ്ഥിതിയുണ്ടായി. അതിനുശേഷം അവർ മടങ്ങി പോകുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ രണ്ടാമത് ഉദ്ഘാടനം, അരിസ്റ്റോ റോഡിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ആദ്യ ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തി കൂടി പങ്കെടുക്കുന്ന ഒരു ഉദ്ഘാടന ചടങ്ങ് എന്നത് കേരളത്തിൽ തന്നെ അപൂർവമായിട്ടായിരിക്കും. എന്തായാലും കൗതുകം നിറഞ്ഞൊരു കാഴ്ചയ്ക്കാണ് ഇപ്പോൾ തൃശ്ശൂരിലെ അരിസ്റ്റോ റോഡ് പരിസരം സാക്ഷ്യം വഹിക്കുന്നത്. സുജയ, അങ്ങനെ ഡെപ്യൂട്ടി മേയർ ഉദ്ഘാടനം ചെയ്ത റോഡ് വീണ്ടും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അരിസ്റ്റോ മോഡൽ, അത് ഇപ്പോൾ ടൈൽസ് വിരിച്ചതിന്റെ സമർപ്പണം അതടക്കം ഇപ്പോൾ മന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. നേരത്തെ ഉദ്ഘാടനം ചെയ്ത ഡെപ്യൂട്ടി മേയറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതാണ് അതിലെ രാഷ്ട്രീയ കൗതുകം.